ഹായ് എവറി വൺ, ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഓവർ പ്രൊഡക്ഷൻ, വേരിയേഷൻസ്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ലീഡ്സ് ടു ദി നാച്ചുറൽ സെലക്ഷൻ. അതിൻ്റെ ബാക്കിയാണ്. ഇവിടെ മുകളിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എ പ്ലാന്റ് പ്രൊഡ്യൂസസ് ഹൺഡ്രഡ്സ് ഓഫ് സീഡ്സ്, however only a few among them attain complete maturity. What would be circumstances that might lead to a new plant species to evolve from this plant after millions of years? നമുക്കറിയാം, ഒരു പ്ലാന്റിനകത്ത് ഒരുപാട് സീഡ് ഉണ്ടായിരിക്കും അല്ലേ. ഒരു സസ്യം 100 കണക്കിന് വിത്തുകൾ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ചിലത് മാത്രമേ എന്തെങ്കിലും പൂർണ്ണ വളർച്ച എത്തുന്നുള്ളൂ. അപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു പുതിയ സസ്യ സ്പീഷീസ് അല്ലെങ്കിൽ ഒരു പുതിയ പ്ലാന്റ് സ്പീഷീസ് ഈ പ്ലാന്റിൽ നിന്ന് ഉണ്ടായി വരാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാർവിൻ്റെ തിയറി പറഞ്ഞ പോലെ തന്നെയാണ്, ഒരുപാട് വിത്തുകളുണ്ട്, പക്ഷേ എല്ലാ വിത്തുകൾക്കും ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം അവിടെ ഇല്ല. അതിന് എന്താ പറയുക, വളരെ ആവശ്യമായിട്ടുള്ള വളം, മണ്ണ്, പിന്നെ അതുപോലെ തന്നെ സൺലൈറ്റ്, ഇതെല്ലാം അതിന് ആവശ്യമാണല്ലോ. അപ്പോൾ അതെല്ലാം നേടിയെടുത്ത് അത് പൂർണ്ണ വളർച്ച എത്താൻ എല്ലാ വിത്തുകൾക്കും സാധ്യമല്ല. അങ്ങനെ ആ ഒരു മത്സരത്തിൽ അനുകൂല വ്യതിയാനങ്ങളുള്ളവ, ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളവ അവിടെ എന്ത് ചെയ്യുന്നു, സർവൈവ് ചെയ്യുന്നു, നിലനിൽക്കുന്നു, അവരടുത്ത തലമുറ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് വർഷം കഴിയുമ്പോൾ, ത്രൂ മില്യൺസ് ഓഫ് ഇയേഴ്സിൽ ഒരുപാട് വർഷം കഴിയുമ്പോൾ ഇതേ പ്രോസസ്സിലെ ഇപ്പോൾ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവിൽ നിന്ന് ഒരുപാട് ചക്കൻ്റെ കുരുൾ വന്നു, സീഡ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം ഇങ്ങനെ ഫുള്ളി മെച്ചുറായി ഗ്രോ ചെയ്ത് എഗെയിൻ ഒരു പ്ലാവായി മാറി. അതിൽ നിന്ന് വീണ്ടും വിത്ത് വന്നു. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഓരോ പ്ലാന്റുകളും ഓരോ തരത്തിലുള്ള നേച്ചർ സെലക്ഷൻ നടന്നാണ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരുപാട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ന്യൂ സ്പീഷീസ് അവിടെ ഫോം ചെയ്യും എന്നാണ് ഡാർവിൻ്റെ തിയറി പ്രകാരം ഇവിടെ പറയാൻ പറ്റുന്നത്. ഭൂമിയിലെ മഹത്തായ ദൃശ്യവിസ്മയം, ദി ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ ദി എർത്ത്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ന്യൂലി ആഡ് ടോപ്പിക്കാണ് ടെക്സ്റ്റ് ബുക്കിനകത്തേക്ക്. നമ്മൾ നന്നായിട്ട് വായിച്ചിരിക്കുക കേട്ടോ. 1973 മുതൽ 2012 വരെ റോസ്മേരി, പീറ്റർ ഗ്രാൻഡ് എന്നീ ശാസ്ത്രജ്ഞർ ഗാലപ്പഗോസ് ദ്വീപുകളിൽ ഡാർവിൻ്റെ കുരുവികളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി. ഇപ്പോൾ വളരെ റീസെൻറ്റ് സ്റ്റഡീസാണ്. ആരൊക്കെയാണ്? റോസ്മേരി ആൻഡ് പീറ്റർ ഗ്രാൻഡ്, വർഷം 1973 to 2012. വരൾച്ച, ഭക്ഷ്യലഭ്യതയിലെ വ്യത്യാസങ്ങൾ എന്നിവ പോലുള്ള പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളാൽ കുരുവികളുടെ കൊക്കിൻ്റെ വലുപ്പം, ആഴം, ആകൃതി എന്നിവയിലുണ്ടായ ഘടനാപരമായ മാറ്റങ്ങൾ അവർ നിരീക്ഷിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളൊരു എന്താ പറയുക, ക്രൈസിസ്? ഓക്കെ, ആസ് എ റിസൾട്ട് ഓഫ് ഡ്രോട്ട്, വരൾച്ച, ചേഞ്ചസ് ഇൻ ദി ഫുഡ് അവൈലബിലിറ്റി, ദെൻ എക്കോളജിക്കൽ സ്ട്രെസ്. ഇത്രയും കാരണം, വരൾച്ച, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കിട്ടുന്ന ലഭ്യത, അതിലുള്ള വ്യത്യാസം, പിന്നെ സമ്മർദ്ദം, ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഡിഫറെൻറ്റ് സൈസിലും ഡിഫറെൻറ്റ് ഡെപ്തിലും ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ബീക്കുള്ള ഫിഞ്ചസ് അവിടെ ഉണ്ടായി എന്നാണ് അവർ ഒബ്സർവ് ചെയ്തത്. DNA സീക്വൻസിങ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊക്കിൻ്റെ ആഴത്തെയും ബലത്തെയും സ്വാധീനിക്കുന്ന BMP4 ജീനിനെയും കൊക്കിൻ്റെ ആകൃതി നിർണ്ണയിക്കുന്ന ALX1 ജീനിനെയും അവർ തിരിച്ചറിഞ്ഞു. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ഇത് ന്യൂലി ആഡഡ് ടോപ്പിക്കാണ്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് DNA സീക്വൻസിങ് മെത്തേഡിലൂടെ അവർ എന്താ കണ്ടുപിടിച്ചത്? BMP4 ജീൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ഡെപ്ത് ഓഫ് ദി ബീക്ക് ആൻഡ് ഇറ്റ്സ് സ്ട്രെങ്ത്, as well as ALX7 gene that influences shape of the beak. അപ്പോൾ ഈ രണ്ടെണ്ണം പഠിച്ചു വെക്കണം. BMP4 എന്താ ചെയ്യുന്നത്? ഇറ്റ് ഡെപ്ത് ഓഫ് ദി ബീക്ക് അല്ലേ, അത് ബീക്കിൻ്റെ ആഴത്തെ നിർണ്ണയിക്കുന്ന ജീനാണ് BMP4. ആൻഡ് ദെൻ ALX7 ഈ ജീൻ എന്ത് ചെയ്തത്? ദാറ്റ് ഇൻഫ്ലുവൻസ് ഷേപ്പ് ഓഫ് ദി ബീക്ക്, കൊക്കിൻ്റെ ആകൃതി നിർണ്ണയിക്കുന്നതാണെന്ത്? ALX7. അപ്പോൾ രണ്ടെണ്ണം ഓർത്ത് വെക്കുക. ഇവിടുന്ന് ഇപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് അത് മാത്രമാണ്. അപ്പോൾ രണ്ട് ജീനും എന്ത് ക്യാരക്ടറിനെയാണ് നിർണ്ണയിക്കുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കാം. കാലക്രമേണ ഈ ജനിതക വ്യതിയാനങ്ങൾ വ്യതിരിക്തമായി കൊക്കുകളുള്ള
കുരുവികളെ ഗാലപ്പഗോസിലെ വ്യത്യസ്ത പാരിസ്ഥിതിക സ്വഭാവമുള്ള ദ്വീപുകളിൽ രൂപപ്പെടുത്തി എന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നു. അപ്പോൾ ഗാലപ്പഗോസ് തന്നെ ഡിഫറെൻറ്റ് തരത്തിലുള്ള എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ കണ്ടീഷൻസിലേക്കും അവിടുത്തെ ഫുഡ് അവൈലബിലിറ്റി അനുസരിച്ച് അവിടെ വ്യത്യസ്ത തരത്തിലുള്ള കൊക്കുകളുള്ള ഫിഞ്ചുകൾ ഉണ്ടായി ഗാലപ്പഗോസ് ദ്വീപിൽ ഉണ്ടായിട്ടുണ്ട്. ഓവർ ടൈം ദീസ് ജനറ്റിക് വേരിയേഷൻസ് ഹാവ് ലീഡ് എന്തിലേക്ക് നയിച്ചു? ഡെവലപ്മെൻറ്റ് ഓഫ് ബേർഡ്സ് വിത്ത് ഡിസ്റ്റിങ്റ്റീവ് ബീക്സ് അറ്റ് ഗാലപ്പഗോസ് ഐലൻഡ്. അല്ലേ, വ്യത്യസ്തങ്ങളായിട്ടുള്ള കൊക്കുകളുള്ള കുരുവികളെ ഗാലപ്പഗോസ് ദ്വീപിലവിടെ ഉണ്ടാകാൻ കാരണമായി. ഈ ഗവേഷണം ജനിതകശാസ്ത്രം, ശരീരഘടനാശാസ്ത്രം, തന്മാത്ര ജീവശാസ്ത്രം എന്നീ പഠനങ്ങളുടെ പരിണാമത്തിന് നേരിട്ടുള്ള തെളിവുകൾ നൽകി. അപ്പോൾ കുറച്ചുകൂടി ഡെവലപ്പ് റീസെൻറ്റ് സ്റ്റഡീസ് 2012 ഇവിടെ അടുത്ത കാലത്താണല്ലേ. സോ അത്രയും റീസെൻറ്റ് സ്റ്റഡി ആയതുകൊണ്ട് തന്നെ ഏതൊക്കെ മേഖലകളിൽ അവർ സ്റ്റഡി ചെയ്തിട്ടുണ്ട്? ജെനറ്റിക്സ്, അനാട്ടമി ആൻഡ് മോളിക്കുലർ ബയോളജി. അപ്പോൾ ഇത് കുറച്ചും കൂടി ഡയറക്റ്റ് എവിഡൻസ് എവല്യൂഷന് നൽകി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ 2 വ്യക്തികളുടെ പേര് ഓർത്ത് വയ്ക്കുക. പുതിയ ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ജീൻ്റെ പേര് നോക്കി വയ്ക്കാം. റിച്ചാർഡ് ഹോക്കിൻസിൻ്റെ ദി ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത്, അല്ലേ, ഒരു ബുക്കവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിച്ചിട്ട് നിങ്ങളുടെ സ്കൂളിലെ ലൈബ്രറിയിലോ മറ്റൊക്കെ നിങ്ങൾക്ക് എക്സിബിഷൻ നടത്താം. ദി ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ ദി എർത്ത്. അപ്പോൾ ഇവിടെ എന്ത് പറയുന്നത്? എവല്യൂഷൻ ഈസ് കോൾഡ് ദി ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ ദി എർത്ത്. അല്ലേ, പരിണാമത്തെ ഭൂമിയിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ദൃശ്യവിസ്മയമായി കണക്കാക്കുന്നത്. ആലോചിക്കുക, ഒരു പൊതുപൂർവികൻ നിന്നും ഇന്ന് കാണുന്ന അനേകായിരം, അല്ലേ, എത്ര ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ് പഠിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ദി ആനിമൽ കിങ്ഡം, പ്ലാൻ കിങ്ഡം, ഫഞ്ചായി, പ്രോട്ടിസ്റ്റ, അങ്ങനെ ഒരുപാട് കിങ്ഡങ്ങളുണ്ട്. ഓരോ കിങ്ഡത്തെ താഴെ ഒരുപാട് ഫൈലങ്ങളുണ്ട്. അപ്പോൾ അത്രയ്ക്കും വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഈ ഒരു ബയോഡൈവേഴ്സിറ്റിക്ക് കാരണം തന്നെ എന്താണ്? ദി എവല്യൂഷൻ. അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഏറ്റവും നല്ല ദൃശ്യ വിസ്മയമായിട്ട് എവല്യൂഷനെ കണക്കാക്കാനുള്ള കാരണം. ഇനി ഇവിടെ ഒരു വളരെ രസകരമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കമ്പാരിസൺ ഇവിടെ കാണിക്കുന്നുണ്ട്. ലാമാർക്കിസം ആൻഡ് ഡാർവിനിസം. നമ്മുടെ ഈ ഒരു പാഠത്തിലെ ഏറ്റവും എന്താ പറയുക, മെയിൻ ടോപ്പിക്കാണ് ഡാർവിനിസം ആൻഡ് ലാമാർക്കിസം. കമ്പയർ ചെയ്യാം. ആദ്യകാല ജിറാഫുകൾക്ക് നീളം കുറഞ്ഞ കഴുത്താണ് ഉണ്ടായിരുന്നത്. വ്യത്യസ്ത നീളത്തോടു കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഡാർവിൻ പറയുന്നത്. ലാമാർക്കിൻ്റെ അഭിപ്രായത്തിൽ എന്തായിരുന്നു? നിലത്തുള്ള ഗ്രൗണ്ടിലുള്ള ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഫുഡ് അവൈലബിലിറ്റി കുറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ കഴുത്ത് സ്ട്രെച്ച് ചെയ്തു. അല്ലേ, ആഹാരം ലഭിക്കുന്നതിനായി ജിറാഫുകൾ അവയുടെ കഴുത്ത് നീട്ടാൻ തുടങ്ങി. ജിറാഫ്സ് ബിഗാൻ ടു സ്ട്രെച്ച് ദെയർ നെക്ക് ടു ഒബ്റ്റെയിൻ ഫുഡ്. പക്ഷേ ഡാർവിൻ്റെ ഒരു ഒബ്സർവേഷനിലൂടെ എന്താ മനസ്സിലായി? ആഹാരത്തിനായുള്ള മത്സരത്തിൽ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ മാത്രം അതിജീവിക്കുന്നു. നീളം കുറഞ്ഞവരൊക്കെ എന്തായിപ്പോയി? അവർക്ക് നല്ല സ്ട്രെച്ച് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നാണ് ഡാർവിൻ പറയുന്നത്. അപ്പോൾ നീളം കൂടിയ ആൾ മാത്രം അവിടെ എന്ത് ചെയ്തു? അവിടെ നിലനിന്നു. നിരന്തരമായ ഉപയോഗത്തിലൂടെ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ രൂപപ്പെട്ടു. ബൈ കണ്ടിന്യൂസ് യൂസ് ഓഫ് ജിറാഫ്സ് വിത്ത് ലോങ്ങർ നെക്സ് എമേർജ്. അല്ലേ, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് അങ്ങനെ കഴുത്തിന് നീളം കൂടി ജിറാഫുകൾ ഉണ്ടായി എന്നാണ് ലാമാർക്കിൻ്റെ കോൺസെപ്റ്റിൽ പറയുന്നത്. എന്നാൽ ഓൺലി ജിറാഫ്സ് വിത്ത് ലോങ്ങർ നെക്സ് സർവൈവ്ഡ് ആൻഡ് ബിക്കം എ ന്യൂ സ്പീഷീസ്. അപ്പോൾ ഇതിന് മുന്നേ എന്തുണ്ടായിരുന്നു? ഡാർവിൻ്റെ അഭിപ്രായത്തിൽ ഡാർവിൻ്റെ കോൺസെപ്റ്റിൽ 2 തരത്തിൽ ജിറാഫുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ ഭക്ഷണങ്ങൾ വളരെ താഴത്തെ തട്ടിൽ ഭക്ഷണം കുറഞ്ഞപ്പോൾ മുകളിലേക്ക് ഉള്ള ഭക്ഷണം മാത്രം കഴിച്ച് ജീവിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ, ആ ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നപ്പോൾ നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ മാത്രം പ്രകൃതി നിർദ്ധാരണം ചെയ്തു. പ്രകൃതി അവരെ സെലക്ട് ചെയ്തു. നാച്ചർ സെലക്റ്റഡ് ദം ആൻഡ് അതേഴ്സ് ആർ എലിമിനേറ്റഡ്. കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ മാത്രം നിലനിൽക്കുകയും പുതിയ ഒരു ജീവിവർഗമായിട്ട് മാറുകയും ചെയ്തു. എൻവിറോൺമെൻറ്റ് കോസസ് വേരിയേഷൻസ് ഇൻ ഓർഗാനിസം. പരിസ്ഥിതിയാണ് ജീവികളിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നത്. കാരണം ഇവിടെ എന്തായിരുന്നു ലാമാർക്കിൻ്റെ കേസിൽ ഈ ഒരു സാഹചര്യമാണല്ലോ, ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റി സ്രോതസ് കുറഞ്ഞപ്പോഴാണ് അവർക്ക് അങ്ങനെ അവസ്ഥ വന്നത്. സോ ഇവിടെ ഇവരിൽ ഉണ്ടായിരുന്ന വേരിയേഷൻസിൻ്റെ കാരണം എന്താണ്? ഇവിടെ പ്രകൃതിയാണ്. എന്നാൽ ഡാർവിൻ്റെ കേസിൽ നോക്കിയേ, എൻവിറോൺമെൻറ്റ് സെലക്ട് ദി ഫേവറബിൾ വേരിയേഷൻസ് ഇൻ ഓർഗാനിസം. ജീവികളിലെ ഏറ്റവും നല്ല അനുകൂല സാഹചര്യങ്ങൾ, അനുകൂല വ്യതിയാനങ്ങൾ ഉള്ളവരെ മാത്രം എന്ത് ചെയ്യുന്നു? പരിസ്ഥിതി അവിടെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ എപ്പോഴും നിങ്ങളെന്താവട്ടെ,
എല്ലാവരും തിരഞ്ഞെടുക്കുന്ന നല്ല ഫീച്ചേഴ്സുള്ള ആളുകളായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാമാർക്കിസം ആൻഡ് ഡാർവിനിസം ഒരു കമ്പാരിസൺ ആണ്. നിങ്ങളെടുത്ത് ലാമാർക്കിസം, ഡാർവിനിസം എന്നിവയുടെ ഒരു കമ്പാരറ്റീവ് സ്റ്റഡി, താരതമ്യ പഠനം അധിക വിവരമൊക്കെ ശേഖരിച്ച് നിങ്ങളുടെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഒരു പ്രസൻറ്റേഷനായിട്ട് അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിച്ചു വയ്ക്കുക. ഈ ഒരു കമ്പാരിസൺ ഇപ്പോൾ മനസ്സിലാക്കണം. ഡാർവിൻ പറഞ്ഞ എന്താണ്, ഓൾറെഡി 2 തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം വന്ന് ഭക്ഷണത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായപ്പോൾ കിട്ടിയ ഭക്ഷണം കഴിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഉയർന്ന കഴുത്തുള്ള ജിറാഫുകൾ മാത്രം അവിടെ എന്ത് ചെയ്തു, ആ ഒരു മത്സരത്തിൽ അടുത്ത തലമുറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതാണ് ആ ഒരു തിരഞ്ഞെടുക്കലാണ് ഡാർവിൻ്റെ കേസിൽ. ലാമാർക്കിൻ്റെ കേസിൽ എങ്ങനെയാണ്, നമ്മൾക്ക് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ കാരണം ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് പുതിയ ജീവികളായിട്ട് മാറുന്നു എന്നാണ് ലാമാർക്ക് പറയുന്നത്. ആദ്യമൊക്കെ ജിറാഫിന് കഴുത്ത് നീളം വളരെ കുറവായിരുന്നു. പിന്നെ താഴെയുള്ള ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞപ്പോൾ കഴുത്ത് നീളം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നീണ്ടു പോയപ്പോൾ നീളമുള്ള കഴുത്തുള്ള ജിറാഫുകൾ അവിടെ എമർജ് ചെയ്തു. അപ്പോൾ അവിടെ പരിസ്ഥിതിയാണ്, എൻവിറോൺമെൻറ്റാണ് ഇതൊക്കെ ചെയ്യിച്ചത്. ഇതിനൊക്കെ ഒരു കാരണം, എന്താ പറയുക, വേരിയേഷൻസിൻ്റെ എല്ലാം കാരണം എൻവിറോൺമെൻറ്റ് ആണെന്നാണ് ലാമാർക്കിസം പറയുന്നത്. ഇവിടെ എങ്ങനെയാണ്, എൻവിറോൺമെൻറ്റ് സെലക്ട് ദി ഫേവറബിൾ വേരിയേഷൻ ഇൻ ഓർഗാനിസം, ഏറ്റവും അനുകൂലമായ വ്യതിയാനങ്ങളുള്ളവർ മാത്രം എന്ത് ചെയ്യുന്നു, പ്രകൃതി അവിടെ സെലക്ട് ചെയ്യുന്നു. പേജ് നമ്പർ 44 ഓവർ. ഓക്കെ, താങ്ക് യു.